കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 15. അപ്പോൾ അതിൽ നമ്മൾ മൂന്നാമത്തെ ശ്ലോകം തുടങ്ങിയപ്പോൾ നിർത്തി, അതായത് മൂന്നാമത്തെ ശ്ലോകം കഴിഞ്ഞപ്പോൾ നിർത്തി. അതിലെന്താ വെച്ചാൽ ഉദ്ധവൻ എന്തൊക്കെ സിദ്ധികളാണ് നമുക്ക് ഈ ഇങ്ങനെ സാധനകൾ ചെയ്യുമ്പോൾ ഉണ്ടാവുക, എത്ര തരം സിദ്ധികളുണ്ട്, അതൊക്കെ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ മറുപടി പറയാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ അല്ലേ. ആദ്യത്തെ ആ ശ്ലോകം ചെയ്തു ഭഗവാൻ ഉവാച എന്നുള്ളത്. എന്താ നമ്മൾ പറഞ്ഞു വെച്ചാൽ 18 തരം ഉണ്ട്. അതായത് 18 തരം സിദ്ധികളുണ്ട്. അതിൽ 8 എണ്ണം എന്നിൽ തന്നെ ഉള്ളതാണ്. ബാക്കി 10 എണ്ണം സത്വഗുണം വർദ്ധിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. ഇനി ഈ സിദ്ധികളൊക്കെ പേരൊക്കെ പറയാൻ പോവുകയാണ് കേട്ടോ, 4ഉം 5ഉം. അപ്പോൾ നമുക്ക് 4ഉം 5ഉം വായിക്കാം. അണിമാ മഹിമാ മൂർത്തേർലഘിമാ പ്രാപ്തിരിന്ദ്രിയൈഃ പ്രാകാശ്യം ശ്രുതദൃഷ്ടേഷു ശക്തിപ്രേരണമീശിത. 5-മത്തെ ഗുണേഷ്വസംഗോ വശിത യത് കാമസ്തദവസ്യതി ഏതാമേ സിദ്ധയ സൗമ്യ അഷ്ടാവൗത്പത്തികാമതാഃ. ഈ 2 ശ്ലോകത്തിന് ഒന്നിച്ചാണ് നമുക്ക് അർത്ഥം നോക്കാം. അണിമ അതായത് അണുത്വം, അതായത് ഏറ്റവും ചെറുതാക്കാനുള്ള കഴിവ്, അതാണ് അണിമ. ഓരോ ഫസ്റ്റ് സിദ്ധി അണിമയാണ്. അണിമ മീൻസ് ഏറ്റവും ചെറുതാക്കാൻ. ഇപ്പം നോക്കൂ, ഹനുമാനൊക്കെ നോക്കൂ, ലങ്ക ചാടുന്ന സമയത്തല്ലേ വായ പൊളിച്ച് വന്നപ്പോൾ വലുതായി വന്നു. അത് ഇങ്ങനെ ചെറുതായി തീരെ ചെറുതായി, അങ്ങനെ അണിമ മഹിമ അതാണത്. അണിമ പറഞ്ഞാൽ അണുത്വം ചെറുതാക്കണം ശക്തി. മഹിമ പറഞ്ഞാലോ വലുതാക്കാനുള്ള, ഹ്യൂജാക്കാൻ, മറ്റേത് സ്മോളാക്കാൻ. അതാണ് അണിമയും മഹിമയും. ലഘിമ പറഞ്ഞാൽ ഖനം കുറയ്ക്കാൻ, ഖനം തീരെ കുറയ്ക്കുക. അതായത് സൂര്യലോകത്തേക്കും കൂടിയും പോകാൻ തക്കോണം ഖനം കുറയുക, അതിനാണ് ലഘുത്വം എന്ന് പറയുക. പിന്നെ ഈ അണുത്വം എന്ന് പറയുന്നത് കല്ലിലും കൂടിയും പ്രവേശിക്കാൻ പറ്റുന്നതിനെ അത്ര പറയുക, അത്ര ചെറിയൊരു ആറ്റം. മഹിമ പറഞ്ഞാൽ എല്ലാ ദിക്കിലും വ്യാപിക്കുന്ന അത്ര വലുത്. ലഘിമ പറഞ്ഞാൽ തീരെ ഖനമില്ലാതെ, അപ്പോൾ സൂര്യനെ കൂടി എത്താൻ പറ്റുന്നത്. പിന്നെയോ ലഘിമ മൂർത്തേഹേ, ഇതാണ് 3 സിദ്ധികൾ. അണിമ മഹിമ ലഭിക. ഈ ശരീരത്തിൻ്റെ 3 സിദ്ധികൾ. ഇന്ദ്രിയേഹി എല്ലാ പ്രാണികളുടെയും പ്രാപ്തി, ആ വിഷയത്തിനെ പ്രാപിക്കുക എന്ന പ്രാപ്തി സിദ്ധിയും. അതായത് ഇനി അതിലേക്ക് ഞാൻ വരാട്ടോ ഇതായിട്ട്. പിന്നെയോ ശ്രുതദൃഷ്ടേഷു പ്രാകാശ്യം, അതായത് പരലോകത്തിൽ സ്ഥിതി ചെയ്യുന്നവയെ അനുഭവിക്കുക, പ്രാകാശ്യം മറഞ്ഞിരുന്നിട്ട്. പിന്നെയോ ശക്തിപ്രേരണം, ഈശ്വരനിൽ മായയെയും അന്യരിൽ അവിദ്യയെയും പ്രേരിപ്പിക്കുന്ന ഈശിത്വം. അതായത് ഭഗവാൻ നല്ലോണം എല്ലാവരുടെയും നാഥനാവാൻ, ഈശനാവാനുള്ളൊരു കഴിവ്, അതായത് ലീഡർഷിപ്പൊക്കെ. ഗുണേഷു അസംഗ, വിഷയസുഖങ്ങളിൽ ഒട്ടും സംഘമില്ലായ്മ. വശിത്വം, അതായത് ആകർഷിക്കാനുള്ള ശക്തി. യത് കാമ, അതിനെ ആഗ്രഹിക്കുന്നുവോ അതിനെ അവസൃതി പ്രാപിക്കുക എന്നത്, അതായത് ആഗ്രഹങ്ങളെയൊക്കെ പിടിച്ചടക്കാനുള്ള കഴിവ്. സൗമ്യ, ഹേ സൗമ്യ, ഏതാ അഷ്ടൗ സിദ്ധയ, ഈ 8 സിദ്ധികളും മേ ഔത്പത്തികാഹ മത, എനിക്ക് സ്വാഭാവികമായി തന്നെ ഉണ്ടായവ എന്ന് കരുതുന്നു. എന്താണപ്പോൾ ഇതിൽ പറയണ വെച്ചാൽ, 18 എണ്ണത്തിൽ 8 എണ്ണം പറഞ്ഞുല്ലോ. അത് 8 എണ്ണം ഏതൊക്കെ അറിയാം? അണിമ മഹിമ ഗരിമ ലഘിമ പ്രാപ്തി പ്രാകാശ്യം ഈശിത്വം വശിത്വം. ഇതാണ് പ്രധാനമായിട്ടുള്ള 8 എണ്ണം. 8 എണ്ണം, ആ 8 എണ്ണമാണ് അപ്പോൾ ഇതിൽ പറയണതേ. അപ്പം അത് ഞാൻ ഒന്നും കൂടി ഇത് നമുക്ക് ഇതാക്കാൻ പറ്റും നോക്കാം. അതായത് അണിമ, അതെ അതന്നെ.
പിന്നെ അണിമയും മഹിമയും ലഘ്മയും പറഞ്ഞുവല്ലോ. അതായത് ഏറ്റവും ചെറുതാവുക, ഏറ്റവും വലുതാവുക, ഖനമില്ലാത്തത്. അത് 3 ശരീര ഗരിമ ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, അതായത് ഹെവി ആക്കണത്. ഏതായാലും അണിമയും മഹിമയും ലഘ്മയും, അതായത് ഏറ്റവും ചെറുതാക്കുക, ഏറ്റവും വലുതാവുക, വളരെ ഖനമില്ലാതെയാവുക, ഇത് 3 ശരീരത്തിൻ്റെയാണ്. ഇനി സർവേന്ദ്രിയൈഹി എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് സർവേന്ദ്രിയഹി പ്രാപ്തിഹി എന്ന് പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ സർവ ഇന്ദ്രിയങ്ങളോടും കൂടിയിട്ടുള്ള സംബന്ധത്തിനെയാണ് അത്ര പ്രാപ്തി എന്ന് പറയുന്നത്. പിന്നെയോ പിന്നെയോ ശ്രുതദൃഷ്ടേഷു ച പ്രാകാശ്യം, അതായത് ലൗകികങ്ങളും മറ്റേ ലോകത്തിലും ഈ ലോകത്തിലത്തെയും എല്ലാ അപ്പോൾ പ്രാകാശം എന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ പരലോകത്തിലത്തെ ഇഹലോകത്തിലത്തെ എല്ലാ ഭോഗവസ്തുക്കളെയും ദർശിക്കാനുള്ള സാമർഥ്യമാണ് അത്രേ ഈ 4ാമത്തെ സിദ്ധി. ഏത് ഈ പ്രാകാശ്യം എന്ന് പറയുന്നത്. അണിമ മഹിമ ലഘിമ ദേഹത്തിൻ്റെ പറഞ്ഞു. 4ാമത്തെ പ്രാകാശ്യം ഈ പരലോകത്തെ ഇഹലോകത്തെയും ഭോഗവസ്തുക്കളൊക്കെ ദർശിക്കാനുള്ള സിദ്ധി. പിന്നെ മായയുടെയും അതിൻ്റെ ശക്തികളെയും പ്രേരിപ്പിക്കാനുള്ള കഴിവ്, അതായത് ഈശ്വരനെ പോലെയുള്ള ഒരു കഴിവാണ് ഈശിത്വം. അതായത് മായയും അതിൻ്റെ ശക്തികളെയും പ്രേരിപ്പിക്കാനുള്ള കഴിവാണ്. പിന്നെയോ ഗുണങ്ങളെ സംഖ്യമില്ലായ്മയാണ് വശിത്വം. പിന്നെ കാമിച്ചാലും അതിൻ്റെ പിന്നെ എന്ത് ആഗ്രഹിച്ചാലും അത് സാധിക്കുക എന്നതാണ് 8ാമത്തെ സിദ്ധി. ഈ അഷ്ടസിദ്ധികൾ ഈശ്വരനിൽ മാത്രം കാണുന്നവയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈശ്വരനിൽ സഹജമായിട്ട് ഉള്ളതാണ് ഇതെന്നാണ് ഇപ്പോൾ ഇതിൽ പറയണത് കേട്ടോ. ഈശ്വരനിൽ ഈ സിദ്ധികളൊക്കെ ഉണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പിന്നെ ഈ അഷ്ടസിദ്ധികളെ പറ്റിയിട്ട് തന്നെയാണ് കേട്ടോ പറയണത്. പിന്നെ എന്താണ്, ഒന്നും കൂടി ഞാൻ പറയാം. ദേഹം ചെറുതാക്കുക, വലുതാക്കുക, ഖനമില്ലാതാക്കുക, ഇതൊക്കെയാണ് അണിമ മഹിമ ലഘിമ. പിന്നെ ബാക്കി പ്രാണികളുടെ ഇന്ദ്രിയങ്ങളോട് ചേർന്ന് സുഖിക്കാനുള്ള കഴിവിനെ പ്രാപ്തി പറയുക, പരപ്രാണികളുടെ. പിന്നെ ഇഹത്തിലും പരത്തിലുള്ള വസ്തുക്കളെ യഥേഷ്ടം കാണാനും കേൾക്കാനുമുള്ള ശക്തിയാണ് പ്രാകാശ്യം. അതായത് പരലോകത്തെ കാണാൻ സാധിക്കും, അതാണ് പ്രാകാശ്യം. പിന്നെ പ്രാപ്തിച്ച പറഞ്ഞില്ലേ, ബാക്കിയുള്ളവർ ഇന്ദ്രിയങ്ങൾ സുഖങ്ങളും കൂടി അനുഭവിക്കാൻ പറ്റുന്നത് പ്രാപ്തി. പ്രാകാശം വെച്ചാൽ ഇഹപരലോകങ്ങളിലത്തെ എല്ലാ വസ്തുക്കളെയും കാണാനുള്ള ശക്തി. പിന്നെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്കിയുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനുള്ള ശക്തിയാണ് ഈശിത്വം. അതായത് ഒരു ലീഡർഷിപ്പ്, തൻ്റെ ഇഷ്ടം പോലെ. വശിത്വം എന്ന് പറഞ്ഞാൽ വിഷയഭോഗങ്ങളിലുള്ള സംഘമില്ലായ്മ, അതാണ് വശിത്വം. പിന്നെയോ ആഗ്രഹിച്ചത് എന്തും സാധിക്കുക എന്ന സിദ്ധിയാണ് പ്രാകാമ്യം എന്ന് പറയുന്നത്. കാമ്യം വെച്ചാൽ ആഗ്രഹിക്കണത്, പ്രാകാമ്യം പറഞ്ഞാൽ ആഗ്രഹിച്ചതൊക്കെ സാധിക്കുന്ന സിദ്ധിയാണ്. ഈ 8 സിദ്ധികളും എനിക്ക് ഭഗവാൻ പറയുകയാണ്, ഈ 8 സിദ്ധികളും എനിക്ക് സ്വഭാവം കൊണ്ട് തന്നെ എനിക്ക് സഹജമായിട്ട് ഉള്ളതാണ് എന്നാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. പ്രധാനപ്പെട്ട 8 സിദ്ധിയാണ് അപ്പോൾ ഈ 2 ശ്ലോകത്തിൽ പറഞ്ഞത് കേട്ടോ. അത്രയ്ക്കൊക്കെ നമുക്കത് അറിഞ്ഞാലും മതി. അണിമ മഹിമ ലഘിമ അല്ലേ. പിന്നെ എന്താണ്, പ്രാകാശ്യം, പ്രാപ്തി, പ്രാകാശ്യം, ഈശിത്വം, വശിത്വം അല്ലേ. അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ 4ഉം 5ഉം വായിച്ച് 6ഉം 7ഉം വായിക്കാം. അണിമ മഹിമ മൂർത്തേർ ലഘിമ പ്രാപ്തിരിന്ദ്രിയൈ പ്രാകാശ്യം ശ്രുതദൃഷ്ടേഷു ശക്തി പ്രേരണമീഷിത ഗുണേഷ്വസംഗോ വശിത യത് കാമസ്തദവസ്യതി. അതായത് ഗുണങ്ങളിൽ സംഘമില്ലാതിരിക്കുക ആണല്ലോ കേട്ടോ വശിത്വം. പിന്നെ ഇഷ്ടമുള്ളത് പിന്നെ സാധിക്കണത് പ്രാകാമ്യം. കാമസ്തദവസ്യതി ഏതാമേ സിദ്ധയാ സൗമ്യ അഷ്ടാവൗത്പത്തി കാമതാഹ. അത് എന്നിൽ സഹജമായിട്ടുള്ളതാണ്. ഇനി സത്വഗുണം വർദ്ധിക്കുമ്പോൾ ഉണ്ടാവണതാണ് ഇനി അടുത്ത പിന്നെ 10. അനൂർമിമത്വം ദേഹേസ്മിൻ ദൂരശ്രവണ ദർശനം മനോജവ കാമരൂപം പരകായ പ്രവേശനം സ്വച്ഛന്ദ മൃത്യുർദേവാനാം സഹ ക്രീഡാനുദർശനം.
യഥാ സങ്കല്പ സംസിദ്ധിരാജ്ഞാ അപ്രതിഹതാഗതി. അതൊക്കെയാണ് ഇനി പറയണത്. എന്താ അറിയോ? അസ്മിൻ ദേഹേ, ഈ ശരീരത്തിൽ അനൂർമിമത്വം ചെണ്ട വിശപ്പ് ദാഹം ഇവ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. വിശപ്പ് ദാഹം അറിയാണ്ടിരിക്കുക, അതൊരു സിദ്ധിയാണ്. ഇപ്പം നമ്മൾ എന്താണ്, ശ്രീരാമൻ ലക്ഷ്മണനും വിശ്വാമിത്രൻ ബലയും അതിബലയൊക്കെ ഉപദേശിച്ചില്ല, വിശപ്പും ദാഹവും അറിയില്ല പറഞ്ഞിട്ട് ഇല്ലേ? അതുപോലെ പിന്നെ അസ്മിൻ ദേഹേ, ഈ ശരീരത്തിൽ അനൂർമിമത്വം ചെണ്ട ഈ വിശപ്പും ദാഹവും അറിയാതെ, അല്ലെങ്കിൽ വിശപ്പും ദാഹമൊന്നും അനുഭവിക്കാതെ നല്ല അലർട്ടായിട്ടിരിക്കുക. ദൂരശ്രവണ ദർശനം, പിന്നെ വളരെ അകലിരിക്കുന്നതൊക്കെ കേൾക്കുക, കാണുക, അതൊക്കെ സാധിക്കുക. അതൊക്കെ സിദ്ധികളാണ്. മനോഭവ, മനസ്സിൻ്റെ വേഗത്തിൽ ശരീരത്തിന് പിന്നെ സഞ്ചരിക്കാൻ സാധിക്കുക. മനസ്സിൻ്റെ അത്ര വേഗത്തിൽ ആലോചിച്ച് നോക്കൂ, നമ്മൾ മനസ്സുകൊണ്ട് എവിടെയൊക്കെ പോകണു അല്ലേ? അത്രയും വേഗത്തിൽ ശരീരം സഞ്ചരിക്കാൻ സാധിക്കുന്നത് വേറൊരു സിദ്ധി. കാമരൂപം, ഇഷ്ടമുള്ള രൂപം ധരിക്കുക. ഇപ്പം ഈ പിന്നെ ആർട്സന്മാർക്കൊക്കെ അതുണ്ട്. പൂതനയൊക്കെ നല്ല മഹാലക്ഷ്മിയുടെ പോലത്തെ വേഷമൊക്കെ കെട്ടിയിട്ടല്ലേ പോയത് കൃഷ്ണൻ്റെ അടുത്തേക്ക് അല്ലേ? അതാണ് കാമരൂപം. പിന്നെ പരകായ പ്രവേശനം, അതായത് വേറൊരാളെ ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുക, എന്നിട്ട് അവരനുഭവിക്കുന്നതൊക്കെ അനുഭവിക്കുക. അങ്ങനെ ശങ്കരാചാര്യരൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും. അതൊക്കെ ഐതിഹ്യവും കേട്ടോ. സ്വച്ഛന്ത മൃത്യു, ഇഷ്ടസമയത്ത് ആരെ പോലെ? ഭീഷ്മ പിതാമഹനെ പോലെ ഇഷ്ടമുള്ള സമയത്ത് മരണം വരിക്കാൻ സാധിക്കുക. ദേവാനാം സഹക്രീഡാനുദർശനം, അപ്സരസ്സുകളോട് ദേവന്മാരുടെ ക്രീഡകളൊക്കെ ചെയ്യുക. യഥാസങ്കല്പ സംസിദ്ധി, മനസ്സിൽ വിചാരിച്ചതൊക്കെ സാധിക്കുക. അവിടെ എത്തുക, അല്ലെങ്കിൽ അതിനെ പ്രാപിക്കുക. അപ്രതിഹതാഗതി, തടസ്സമില്ലാതെ എവിടെ വേണമെങ്കിൽ പിന്നെ പോവാനുള്ള ഒരു അനുഗ്രഹം. ആജ്ഞ എന്ന, അതായത് ഈ ആജ്ഞ ഇതാണ്, തടസ്സമില്ലാതെ എങ്ങോട്ട് വേണമെങ്കിൽ പോവാൻ ഉള്ള ഒരവസ്ഥയാണ് ആജ്ഞ. ഈ 10 സിദ്ധികളും സത്വഗുണത്തിൻ്റെ വർധനവാൽ ഉണ്ടാകുന്നവയാകുന്നു എന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. ഈ 10 ഗുണം നമുക്കത് വെറുതെ പറയാം, അത്ര തന്നെ വേണ്ടു കേട്ടോ. ഇതിപ്പോൾ എന്താണ്? വിശപ്പ് ദാഹ മുതലായവ ഇല്ലാതിരിക്കുക, അതാണ് ഒന്ന് പറഞ്ഞത് അല്ലേ? പിന്നെ അകലുള്ളത്, സാധാരണ നമുക്കൊക്കെ കേൾക്കാൻ പറ്റാത്ത അത്ര ദൂരത്തിലുള്ളത് കേൾക്കുക, അകലുള്ളത് കാണുക. പിന്നെയോ മനസ്സിൻ്റെ വേഗത്തിൽ ശരീരം സഞ്ചരിക്കുക, ഇഷ്ടമുള്ള രൂപം ധരിക്കാനുള്ള കഴിവ്, ബാക്കിയുള്ളവരെ ദേഹത്തിലെ പരകായ പ്രവേശനം, പിന്നെ സ്വച്ഛന്ത മൃത്യുത്വം, പിന്നെ ദേവന്മാരും അപ്സരസ്സുകളും തമ്മിൽ നടത്തുന്ന ക്രീഡയൊക്കെ കാണാൻ സാധിക്കുക. പിന്നെ നമുക്കിഷ്ടമുള്ള രൂപത്തിലുള്ള, നമുക്കിഷ്ടമുള്ള പോലുള്ള കാര്യങ്ങൾ അവിടെ സാധിച്ച് വരിക. പിന്നെ ഇഷ്ടം പോലെ എല്ലാ ദിക്കിലേക്കും ഒരു തടസ്സവും ഇല്ലാണ്ട് പിന്നെ പോവാനുള്ള, അതിനാണ് ആജ്ഞാസിദ്ധി പറയുന്നത്. ഇങ്ങനെ 10 സത്വഗുണം വർദ്ധിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന സിദ്ധികളാവുന്നു. അതായത് ഈ ത്രികാലജ്ഞത്വം എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അതായത് ഭൂതവും, അവർ വലിയ മഹർഷിമാർക്കൊക്കെ ഉണ്ടല്ലോ ത്രികാലജ്ഞം, മൂന്ന് അതായത് ഭൂതവും വർത്തമാനവും ഭാവിയും ഒക്കെ അറിയാം. പിന്നെ ഈ ശീതം ഉഷ്ണം പിന്നെ അങ്ങനെ ദുഃഖം അങ്ങനത്തെ ഒന്നും ബാധിക്കില്ല. ബാക്കിയുള്ളവരുടെ മനസ്സെന്താണെന്ന് അറിയാം അല്ലേ? അങ്ങനെയൊക്കെ പല സിദ്ധികളും ഉണ്ട്. അപ്പം ഇതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ഈ 18 സിദ്ധികളിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഏതാ ത്രികാലജ്ഞത്തൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. ഓക്കെ, എനിക്ക് ചെറിയൊരു അലർജിയും ചുമയും. ഓക്കെ, അപ്പോൾ 6ഉം 7ഉം അപ്പോൾ 18 സിദ്ധികളും ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു. സോറി. അനൂർമിമത്വം ദേഹേസ്മിൻ ദൂരശ്രവണദർശനം മനോജവ കാമരൂപം പരകായ പ്രവേശനം സ്വച്ഛന്ദമൃത്യുർദേവാനാം സഹക്രീഡാനുദർശനം യഥാസങ്കല്പ സംസിദ്ധിരാജ്ഞാ പ്രതിഹതാഗതി. നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടായാൽ മതി, അത്രയൊക്കെ വേണ്ടു. ഇനിയാണ് ഇതിൽ പറയാത്ത
എന്താണ് ക്ഷുദ്രസിദ്ധികളെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. ഇനി പറയുന്നത് ക്ഷുദ്രസിദ്ധികളെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരു സിദ്ധികളും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണല്ലോ പറയുക. അപ്പോൾ ക്ഷുദ്രസിദ്ധികൾ എന്തായാലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ക്ഷുദ്രസിദ്ധികൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ അതും ഉണ്ടാവാമെന്ന്. ഈ 18 പെടാത്ത 5 or 6 ക്ഷുദ്രസിദ്ധികളുണ്ട്. അത് പറയാം. ത്രികാലജ്ഞത്വമദ്വന്ദ്വം പരചിത്താത്യഭിജ്ഞത അഗ്നിർ കാമ്പുവിഷാദീനാം പ്രതിഷ്ടംഭോ പരാജയ അപരാജയ. അപ്പം എന്താ വെച്ചാൽ പിന്നത്തെ ഈ ക്ഷുദ്രസിദ്ധികൾ എന്തൊക്കെയാണ് അറിയോ? ത്രികാലജ്ഞത്വം, 3 കാലങ്ങളെ അറിയുക. മഹർഷിമാർക്കൊക്കെ അറിയാമെന്ന് പറയല്ലേ, നമ്മൾ ത്രികാലജ്ഞാനിയാന്നൊക്കെ പറയുമല്ലോ. അദ്വന്ദ്വം, അതായത് ശീതം ഉഷ്ണം, ഓപ്പോസിറ്റ്സിനൊക്കെ ഒരു വിഷമമില്ലാണ്ട് സഹിക്കുക. ചൂതം ഉഷ്ണം, വിശപ്പ്, പിന്നെ ദാഹം, അങ്ങനത്തെ, പിന്നെ എന്താ പറയുക, സന്തോഷം, സങ്കടം, പിന്നെ വളരെ സുഖമായിട്ടിരിക്കണതും വ്യാധിയൊക്കെ പിടിച്ച ഒന്നും ബോധറിയില്ല, ഒരുപോലെ അതിനൊക്കെ ഒരു വിഷമമില്ലാണ്ട് സഹിക്കുക. ശീതോഷ്ണം, വിശപ്പ്, ദാഹം, ഇതിനൊക്കെ ഒരുപോലെ സഹിക്കണാണ്. അതാണല്ലോ ഓപ്പോസിറ്റ്സിനല്ലേ ദ്വന്ദ്വം പറയുക. അപ്പോൾ ദ്വന്ദ്വാതീതനാവുക, അതും ഒരു സ്ഥിതിയാണ്. പരചിത്താഭ്യഭിജ്ഞ, അതായത് ബാക്കിയുള്ളവരുടെ മനസ്സറിയുക, പരേങ്കിതം ജ്ഞാനം. പിന്നെ അഗ്നിർക്കാമ്പുവിഷാദീനാം പ്രതിഷ്ഠംഭോ അപരാജയ, അതായത് പ്രതിഷ്ഠംഭ അപരാജയ. അഗ്നി, സൂര്യൻ, ജലം, വിഷം, അതിൻ്റെയൊക്കെ ശക്തിയെ തടുക്കാൻ പറ്റുക. അതായത് ഇപ്പോൾ നോക്കൂ, ഭയങ്കര വിഷം ഉണ്ടെങ്കിൽ ആ വിഷം ഇറക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ശിവനൊക്കെ ഇപ്പോൾ കാളകൂടം കഴിച്ചിട്ടൊന്നും പറ്റിയില്ലല്ലോ. അതുപോലെ പിന്നെ അഗ്നിയുടെ ചൂട്, പിന്നെ തീയിൻ്റെ ചൂട് തടുക്കാൻ പറ്റുക, സൂര്യൻ്റെ ചൂട് തടുക്കാൻ പറ്റുക. പിന്നെ വെള്ളം എത്ര വെള്ളപ്പൊക്കത്തിൽ പെട്ടാലും ഒന്നും സംഭവിക്കാതെ, അതായത് ശ്വസിക്കാതെ മരിക്കുകയും ചെയ്യില്ല. അങ്ങനെ ജലം, പിന്നെ വിഷം, പാമ്പ് കടിക്കുകയൊക്കെ ചെയ്താൽ അതിൻ്റെ ശക്തിയൊക്കെ തടുക്കാൻ പറ്റുക. അതൊക്കെ സിദ്ധികളാണ്. അപരാജയ, തോറ്റു പോകാതെ ഇരിക്കുക എല്ലാറ്റിലും. ഇതൊക്കെയാണ് ക്ഷുദ്രസിദ്ധികൾ അല്ലെങ്കിൽ അല്പസിദ്ധികൾ എന്ന് പറയണത്. ഇതാണത്രേ. ഞാൻ ധരിച്ചിട്ടില്ല. അപ്പോൾ അത് ആദ്യം തന്നെ ഇതൊക്കെ വായിക്കുമ്പോഴാണത് മനസ്സിലാവണത്. അതായത് പിന്നെ എന്താണ്, ത്രികാലജ്ഞത്വം, ശീതോഷ്ണാദി ദുഃഖബാധ രഹിതം, അതായത് അതൊന്നും ബാധിക്കാതിരിക്കുക. പരങ്കിതജ്ഞാനം, പിന്നെ എന്താണ് പറയുക, തീയ്, പിന്നെ സൂര്യൻ, ജലം, വിഷം മുതലായവയൊക്കെ സ്തംഭിപ്പിക്കുക അല്ലെങ്കിൽ തടുക്കാനുള്ള കഴിവ്, ഒരിക്കലും പരാജയം വരാത്ത തരത്തിലുള്ള അപരാജയത്വം, ഇതൊക്കെയാണ് ക്ഷുദ്രസിദ്ധികൾ എന്ന് പറയുന്നത്. ഇങ്ങനെ പല 18, 5, 23 സിദ്ധികൾ ഇപ്പോൾ പറഞ്ഞു അല്ലേ. അത് ക്ഷുദ്രസിദ്ധികൾ എന്നാണ് അതിന് പറയുക. അതെന്താ കാരണം വെച്ചാൽ അത് ഉപയോഗിക്കാനൊന്നും പാടില്ല. എന്താ വെച്ചാൽ വേറൊരാൾക്ക് വിഷമാവാൻ തക്കവണ്ണമൊക്കെ ആവാം, അതുകൊണ്ടാവണം ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ. ത്രികാലജ്ഞ, അതായത് ഈ ഇങ്ങനത്തെ സിദ്ധികൾ ഉപയോഗിച്ച ഒരാൾക്ക് വിഷമം വരുത്തുകയാണെങ്കിൽ അത് പാടില്ലല്ലോ. ത്രികാലജ്ഞത്വമദ്വന്ദ്വം പരചിത്താദ്യഭിജ്ഞത അഗ്ന്യർക്കാമ്പുവിഷാദീനം പ്രതിഷ്ഠംഭോപരാജയ, അതിനൊക്കെ സ്തംഭിപ്പിക്കാൻ പറ്റുന്ന അഗ്നി, അർക്കൻ, വിഷം, ജലം ഒക്കെ അത് തടുക്കാൻ പറ്റും. ഇനി 9 വായിക്കാം. ഏതാശ്ചോദ്ദേശത പ്രോക്ത യോഗധാരണസിദ്ധയഃ യയാ ധാരണയായ സ്യാദ്യഥാത്വാ അല്ല സ്യാദ്യഥാവാ സ്യാം നിബോധമേ. ആ സിദ്ധികളെ തന്നെ ഇനി വിവരിക്കുകയാണ് കേട്ടോ. 9 യോഗധാരണ സിദ്ധയ, യോഗധാരണയാൽ ഉണ്ടാകുന്ന ഈ സിദ്ധികൾ, യോഗം അനുഷ്ഠിച്ചുണ്ടാകുന്ന ഈ സിദ്ധികൾ ഏതാച്ച, ഈ ഉദ്ദേശത പ്രോക്ത, അതായത് ഇപ്പം ചുരുക്കി പറഞ്ഞു, ലക്ഷണത്തോടു കൂടിയേ പറയപ്പെട്ടു. അതായത് ചുരുക്കി പേര് മാത്രം പറഞ്ഞു ഈ സിദ്ധികളുടെയൊക്കെ. യയാ ധാരണയാ സ്യാദ്, ഏത് ധരിച്ചാൽ ഏത് സിദ്ധി ലഭിക്കുമോ, അതായത് ഏത് അനുഷ്ഠാനങ്ങൾ ചെയ്താൽ ഏതു സിദ്ധികൾ ലഭിക്കുമോ, യഥാവ ഏത് വിധം സംഭവിക്കുമോ, സ്യാദ് അതിനെ,
മേ നിബോധ, എന്നിൽ നിന്നും, ഇപ്പം വിസ്തരിച്ച് പറയാൻ പോവുക, എന്നിൽ നിന്നും അറിഞ്ഞോളൂ എന്ന്. എന്താ പറയണതെന്നുണ്ടോ, ഇപ്പം ഞാൻ ചുരുക്കി ഇങ്ങനെ എല്ലാം പറഞ്ഞുല്ലോ. ഇനി പറയുകയാണ് ഏതൊക്കെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് എന്തെല്ലാം സിദ്ധികൾ എങ്ങനെ ഉണ്ടാകും എന്ന് ഞാൻ പറയാം, കേട്ടോളൂ എന്നാണ് 9 പറഞ്ഞ കേട്ടോ. ഇനി 10 അല്ല 9 വായിച്ച് 10 ചെയ്യാം. ഏതാശ്ചോദ്ദേശത പ്രോക്ത യോഗധാരണസിദ്ധയ യയാ ധാരണയാ യാ സ്യാദ്യഥാ വാ സ്യാം നിബോധമേ. 10 ഭൂതസൂക്ഷ്മാത്മനി മയി തന്മാത്രം ധാരയൻ മനഃ അണിമാനമവാപ്നോതി തന്മാത്രോപാസകോ മമ. ഭൂതസൂക്ഷ്മാത്മനി, അതായത് പഞ്ചഭൂതങ്ങൾ അല്ലേ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം അല്ലേ, അതാണ് ഭൂതസൂക്ഷ്മങ്ങളെ, അതായത് പിന്നെ പഞ്ചഭൂതങ്ങളെ ശരീരമായി ധരിച്ച മയി, എന്നിൽ, അതായത് ഭഗവാന്റെ ശരീരം തന്നെയാണല്ലോ വിരാട് പുരുഷൻ്റെ ശരീരമല്ലേ ഈ ഭൂമി മുഴുവൻ, അല്ല ഈ കാണുന്ന പ്രപഞ്ചം. അപ്പോൾ പഞ്ചഭൂതങ്ങളെ ശരീരമായി ധരിച്ച എന്നിൽ മനസ്സിനെ തന്മാത്രം, അതായത് പരമാണു രൂപത്തിൽ, തന്മാത്ര പറഞ്ഞാൽ സട്ടിൽ അല്ലേ, സട്ടിൽ എലിമെൻ്റാണല്ലോ ഭൂതസൂക്ഷ്മാകാരമായിട്ട്, അതിൻ്റെ സട്ടിൽ ആകാരത്തിൽ, അതായത് പരമാണു രൂപമായിട്ട് ധാരയെ ധരിക്കണം. തന്മാത്രോപാസക, അതായത് ഈ തന്മാത്രകളെ ഉപാസിക്കുന്നവൻ മമ അണിമാനം, എൻ്റെ അണിമ എന്ന സിദ്ധിയെ അവാപ്നോതി പ്രാപിക്കുന്നു. എന്താണ് ഇതിൽ ഭഗവാൻ എങ്ങനെയാണ് അണിമ എന്നുള്ള സിദ്ധി ഉണ്ടാവുക എന്ന് പറയുകയാണ്. എല്ലാ ഭഗവാന്റെ വിരാട് സ്വരൂപം എന്താ, പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളോടും കൂടിയ, അതാണ് പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളോടും കൂടിയ എന്നിൽ ഈ പഞ്ചതന്മാത്ര അല്ലെങ്കിൽ അങ്ങനത്തെ സൂക്ഷ്മാകാരമായ മനസ്സിനെ ഉറപ്പിക്കുന്നവൻ എൻ്റെ അണിമ എന്ന സിദ്ധിയെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളാലും പഞ്ചതന്മാത്രകളാലും നിർമ്മിതമായ വിരാട് രൂപത്തിനെ നമ്മുടെ സൂക്ഷ്മമായ മനസ്സുകൊണ്ട് ആര് ധ്യാനിക്കുന്നുവോ അവർക്ക് അണിമ എന്ന, അതായത് അണുവായിട്ട് സൂക്ഷ്മമായിട്ട് ആ സൂക്ഷ്മാകാരമായിട്ടുള്ള ഭഗവാനെ, ഈ എന്താ പറഞ്ഞാൽ വെച്ചാൽ ആ ഭഗവാന്റെ സൂക്ഷ്മാകാരത്തിനെ നമ്മുടെ സൂക്ഷ്മമായ ഒരു ഇന്ദ്രിയമായിട്ടുള്ള മനസ്സുകൊണ്ട് ആരാണ് ഭഗവാന്റെ സൂക്ഷ്മാകാരത്തിനെ പിന്നെ ഉപാസിക്കുന്നത് അവർക്ക് അണിമ എന്ന സിദ്ധി ലഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഭൂതസൂക്ഷ്മാത്മനിമയി തന്മാത്രം ധാരയൻ മനഃ, മനസ്സുകൊണ്ട് എൻ്റെ തന്മാത്രാ രൂപത്തിലെ പറഞ്ഞ എന്താ സൂക്ഷ്മാണു രൂപത്തിൽ ഭഗവാനെ, ആ ഭഗവാന്റെ സട്ടിൽ ഫോം ആര് മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നുവോ അങ്ങനെ തന്നെ പറയണം. ഭഗവാന്റെ ആ സൂക്ഷ്മാകാരം അല്ലെങ്കിൽ സട്ടിൽ ഫോം ആര് മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു അവർക്ക് അണിമ എന്നുള്ള സിദ്ധി ലഭിക്കും. ഭൂതസൂക്ഷ്മാത്മനി മയി തന്മാത്രം ധാരയൻ മനഃ അണിമാനമവാപ്നോതി, അണിമ എന്നുള്ള സിദ്ധി തന്മാത്രോപാസകോ മമ, അതായത് സൂക്ഷ്മാകാരത്തിൽ എന്നെ ഉപാസിച്ചാൽ. ഇനി 11 കൂടി ചേർന്ന് നിർത്താം. മഹത്യാത്മന്മയി പരേ യഥാ സംസ്ഥം മനോദധത് മഹിമാനമവാപ്നോതി ഭൂതാനാം ച പൃഥക് പൃഥക്. ഇനി അണിമ കഴിഞ്ഞു മഹിമയാണ് നെക്സ്റ്റ്. അപ്പം അതെങ്ങനെയാണെന്നാണ് ഭൂതസൂക്ഷ്മാത്മനി മഹതി ആത്മൻ, അതായത് വലിപ്പം ഉണ്ടാവാനേ. അണിമ പറഞ്ഞാൽ അണുവായിട്ടെന്നല്ലേ, അങ്ങനെ അണിമ എന്നുള്ള ഒരു സിദ്ധി ചെറുതായി തീരാൻ, ഇനി വലുതായി തീരാൻ. മഹതി ആത്മൻ വലുതാവാൻ എന്താണ് ജ്ഞാനശക്തി രൂപമായ മഹത്തത്വം ശരീരമായിട്ടുള്ള, അതായത് മഹത്തത്വം ആണല്ലോ ആദ്യം ഉണ്ടായത് ഈ മായ എന്ന ആ മഹത്വത്വ രൂപിയായിട്ടുള്ള ഭഗവാനെ. പരമയി പരമേശ്വരനായ എന്നിലും യഥാ മഹത്തത്വരൂപമായ സംസ്ഥം മഹിമയെയും ഭൂതാനാം, അതായത് പഞ്ചഭൂതങ്ങൾക്കുള്ളിൽ പൃഥക് പൃഥക് വേറെ വേറെയായി,
അതാത് ഭൂതങ്ങൾ ശരീരമായിട്ടുള്ള എന്നിലും മനഃ ദധത് മനസ്സിനെ വയ്ക്കുന്നവൻ അല്ലെങ്കിൽ ഉപാസിക്കുന്നവൻ മഹിമാനം ച അതാത് ഭൂതങ്ങളുടെ മഹിമയെയും, മഹിമാച്ചാൽ വലിപ്പാവല കേട്ടോ, മുഴുവൻ ഓൾ പ്രൊവൈഡി, അവാപ്നോതി പ്രാപിക്കുന്നു. സർവ്വദിക്കിലും പരന്ന് കിടക്കണേനാണ് അത് പറയണത്. അപ്പോൾ എങ്ങനെയാണ് മഹിമ എന്നുള്ളത് അണിമ പറഞ്ഞുവല്ലോ. മഹിമ എങ്ങനെയാ വെച്ചാൽ എന്താ പറയണ വെച്ചാൽ ജ്ഞാനശക്തിക്ക് ബേസിസ്, ജ്ഞാനശക്തിക്ക് ആസ്പദമായിട്ടുള്ള മഹത്തത്വം എന്ന ഒരു ഉപാധി ഓടുകൂടിയ എന്നിൽ മഹത്തത്വാംശമായിരിക്കുന്ന മനസ്സിനെ, അതായത് മഹത്തത്വ രൂപേണ ആ മഹത്തത്വത്തിൻ്റെ അംശം തന്നെയായ നമ്മുടെ മനസ്സുകൊണ്ട് ആരെ ഉപാസിക്കുന്നുവോ അവർക്ക് മഹിമ എന്ന സിദ്ധി ഉണ്ടാവും. ഓൾ പെർവൈഡിങ്, അതായത് അത്ര വലിപ്പാണ് എല്ലാ ദിക്കിലും. അതാണ് അണിമ പറഞ്ഞാൽ ഒരു ചെറിയ അണു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം ആ ഒരു മഹിമ എന്നുള്ള സിദ്ധി എങ്ങനെ നമുക്ക് ഉണ്ടാവുക അറിയോ? ഈ പിന്നെന്താണ് ജ്ഞാനത്തിന് തന്നെ അല്ലേ, ജ്ഞാനശക്തിക്ക് തന്നെ കാരണമായിട്ടുള്ള മഹത്തത്വം ഭഗവാൻ ആദ്യം ആ 3 ഗുണങ്ങൾ മായ ക്ഷോഭിക്കുമ്പോൾ 3 ഗുണങ്ങളുടെ ഈക്വിലിബ്രിയം ടിൽറ്റഡ് ആവും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പറയുക ആവശ്യം അല്ലേ. ആ ഈക്വിലിബ്രിയം അല്ലെങ്കിൽ സമതുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ ആദ്യം വേർപിരിയണത് എന്താ? മഹത്തത്വം. അതാണ് എല്ലാ ജ്ഞാനശക്തിക്കും ആസ്പദം. അങ്ങനെ ജ്ഞാനശക്തിക്ക് ആസ്പദമായിട്ടുള്ള ആ മഹത്തത്വത്തിനെ, ആ മഹത്വത്വത്തിൻ്റെ തന്നെ അംശമായിട്ടുള്ള, പിന്നെ മനസ്സൊക്കെ അതിൽ തന്നെയല്ലേ ഉണ്ടാവണേ. മഹത്വത്തിന് അഹങ്കാരം ഉണ്ടായി, സാത്വിക അഹങ്കാരത്തിൽ നിന്നാണല്ലോ മനസ്സുണ്ടാവണേ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മഹത്തത്വത്തിൻ്റെ തന്നെ അംശമാകുന്ന മനസ്സുകൊണ്ട് ആ ജ്ഞാനത്തിന് ആസ്പദമായ മഹത്വത്തിനെ ആരുപാസിക്കുന്നുവോ അവർക്ക് മഹിമ എന്ന സിദ്ധി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് നമുക്ക് 11 വായിച്ച് നിർത്താം. അപ്പം നമ്മൾ അണിമയും മഹിമയും എങ്ങനെ ഉണ്ടാവണമെന്നും കണ്ടു. മഹത്യാത്മൻ മയി പരേ യഥാസംസ്ഥം മനോദധത് മഹിമാനമവാപ്നോതി ഭൂതാനാം ച പൃഥക് പൃഥക്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.